ഹലോ ഗൈസ്. അപ്പോൾ ഈ തൂമ്പയായിട്ട് ഇവളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. അവൾ ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഇവനാണ് മെയിൻ. ഇതാണ് നമ്മുടെ ഈനപ്പൻ. ഈനപ്പനില്ലാതെ ഒരു പരിപാടിക്കും നമ്മൾ ഇറങ്ങാറില്ല. ഇറങ്ങാൻ ഇവൻ സമ്മതിക്കാറില്ല. കൂട്ടത്തിൽ കുഞ്ഞിപ്പെണ്ണും കാണും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു നിധി കണ്ടെത്താനുള്ളൊരു പോക്കാണ്. ഈ തൂമ്പ പിടിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ അച്ചു. അച്ചു ഇല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വർഷങ്ങളായി ഇവിടെയുള്ള ഒരു കിഴങ്ങ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അപ്പോൾ സാധനത്തിന് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് അതിനെ കിളച്ച് നമുക്ക് പുറത്തെടുക്കണം. വർഷങ്ങളായി അച്ഛൻ തൂമ്പ തന്നെ പിടിച്ചിട്ട്. അപ്പോൾ അവളിത് എടുക്കുമെന്ന് നമുക്കും പോലും ഒരു ഉറപ്പില്ല. അപ്പോൾ ഇതിനകത്തുള്ള കിഴങ്ങ് പൊട്ടാതെ പുറത്തെടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളെ കൊണ്ട് എന്തായാലും അതൊന്നും സാധിക്കില്ല. പക്ഷേ നമുക്ക് അച്ചുവിൽ കുറച്ച് വിശ്വാസമുണ്ട്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മണി അറിയുന്നത് അച്ചുവിനാട്ടോ. കൂട്ടത്തിൽ സീനിയർ കാവേച്ചിയാണ്. കാവേച്ചിക്ക് എന്തായാലും ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തേയില്ല. അതുകൊണ്ട് അച്ഛനും സഹായിക്കാൻ അടുത്തത് കാവേച്ചിയും വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇത് കിളച്ച് പുറത്തെടുക്കുമെന്ന് പോലും നമുക്കറിയില്ല. ഇതിനൊരു അവസാനം ഉണ്ടോയെന്ന് തന്നെ നമുക്കിപ്പോൾ സംശയമായി. രണ്ടാളിടപെട്ടിപ്പോൾ 2 സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താടാ കുമ്പിടിയോ? അച്ചു ആഞ്ഞു വലിച്ചിട്ട് പോലും സാധനം പുറത്തു തരുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടു എന്നാണ് തോന്നുന്നത്. അവസാന ശ്രമമായി കാവേച്ചി തൂമ്പ എടുത്തിട്ട് ശ്രമിക്കുന്നുണ്ട് ഗൈസ്. പറ്റുമോ എന്ന് ഇനിയും നമുക്കറിയത്തില്ല. എന്തായാലും സാധനം പൊട്ടാതെ നമുക്ക് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ലാസ്റ്റ് അത് ആഞ്ഞു വലിച്ചപ്പോഴത്തേക്കും പൊട്ടിയിട്ടാണെങ്കിലും സാധനം വന്നു. അപ്പോൾ സാധനം നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പതിക്ക് വേണ്ടി തോറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് കാവേച്ചി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴങ്ങിന് വേണ്ടി ആത്മാർത്ഥമായി മണ്ണിൽ കിളക്കുന്ന കാവേച്ചി. കാവേച്ചി ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുക്കുന്നത് നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഗൈസ്. ഫൈനലി അടുത്ത പകുതിയും കൂടെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഫുൾ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ വീഡിയോ ഇല്ല ഗൈസ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ വീഡിയോ ഒന്നുമില്ല. ഫൈനൽ ഔട്ട്പുട്ടില്ലെങ്കിൽ എന്താ, ഇതുകൊണ്ടൊന്നും പക്ഷേ നമ്മളെ തളർത്താൻ പറ്റില്ല. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും.